ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ് കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ തന്നെ പള്ളിയിലോട്ട് പോകുകയാണ്. എറണാകുളത്ത് വന്നിട്ട് എനിക്ക് ആകെ ഒരു കുറവ് അനുഭവപ്പെട്ടുള്ളത് മര്യാദയ്ക്ക് സീറോ മലബാർ സഭയുടെ കുർബാന കാണാൻ പറ്റില്ല എന്നുള്ളൊരു വിഷമം മാത്രമേ ഉള്ളൂ കേട്ടോ. എല്ലാ ദിവസവും പോകുന്നത് മിക്കവാറും ലത്തീംപള്ളിയിലോട്ടായിരിക്കും. സീറോ മലബാർ പള്ളികൾ ഇവിടെ ഇല്ലാഞ്ഞിട്ടില്ല. തൊട്ടടുത്ത് തന്നെയാണ് എറണാകുളം ബസിലിക്ക പള്ളി. പക്ഷേ ഞാൻ പോകുന്നത് എറണാകുളം കപ്പൽ പള്ളിയിലാണ്. അങ്ങനെ ഇവിടുന്ന് ഒരു മര്യാദയ്ക്കുള്ളൊരു സീറോ മലബാർ കുർബാന കാണാനായിട്ട് കാക്കനാടുക്കോ അല്ലെങ്കിൽ ഇടപ്പള്ളി തോപ്പിൽ പള്ളിയിലോട്ട് പോകേണ്ട ഒരു വല്ലാത്തൊരവസ്ഥയുണ്ട്. 10 കിലോമീറ്ററോളം ഉണ്ട് ഞാൻ താമസിക്കുന്നിടത്ത് നിന്ന് ഈ എടപ്പള്ളിയിലോട്ടോ അല്ലെങ്കിൽ തോപ്പിലോട്ടോ പോകാനായിട്ട്. അത് വല്ലാത്തൊരവസ്ഥ തന്നെയാണ് ഗൈസ്. അങ്ങനെ ഞാൻ പതുക്കെ അങ്ങനെ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നമ്മൾ കുർബാനയ്ക്ക് പോകാൻ കേട്ടോ. കാരണം വേറൊന്നും കൊണ്ടല്ല, ബാക്കി പള്ളികളിലൊക്കെ പണ്ടത്തെ കുർബാനയാണ്, അതായത് സഭ നിരോധിച്ച കുർബാനയാണ് ഇപ്പോൾ ഉള്ളത്. ഇത് കുരിശിൻ്റെ വഴിയാണ് കേട്ടോ. പള്ളിയിൽ കുർബാനയ്ക്ക് മുൻപ് തന്നെ കുരിശിൻ്റെ വഴി ഉണ്ടായിരുന്നു. കുരിശിൻ്റെ വഴി നിരോധിക്കും എന്ന് പറയുന്നവർക്ക് ഒരു മറുപടിയാണത്. പിന്നെ കുർബാന കഴിഞ്ഞു, കുർബാനയുടെ വീഡിയോസ് എടുക്കാൻ പാടില്ലല്ലോ, അതെനിക്കിഷ്ടമല്ല. കുർബാന കഴിഞ്ഞ് പതുക്കെ മാതാവിനെയൊക്കെ തൊട്ടുമുത്തി പതുക്കെ അങ്ങനെ വീണ്ടും തിരിച്ചു പോകാനായിട്ട് വണ്ടിയിലോട്ട് നടന്നു. അങ്ങനെ ഒരു വല്ലാത്തൊരു അവസ്ഥയുണ്ട് ഇവിടെ. എനിക്കൊരു വല്ലാത്തൊരു വിഷമം കൂടിയാണ് കേട്ടോ ഇവിടെ മര്യാദയ്ക്ക് സഭയുടെ കുർബാനയില്ല എന്ന് പറയുന്നത്. അങ്ങനെ തിരിച്ച് വണ്ടിയിലോട്ട് കടന്നു, തിരിച്ച് വീണ്ടും വീട്ടിലോട്ട് പോവാണ്. ഞാൻ വിചാരിക്കുന്നത് ഉടനെ തന്നെ ഇവിടുത്തെ എല്ലാ പ്രശ്നങ്ങളും തീർന്ന് മര്യാദയ്ക്ക് കുർബാന കാണാൻ പറ്റും എന്ന് തന്നെയാണ്. അതിന് നേതൃത്വം വഹിക്കേണ്ടത് പിതാക്കന്മാരും അച്ഛന്മാർ തന്നെയാണ് കേട്ടോ. അപ്പോൾ